നമസ്കാരം. പ്രിയദർശനും ലിസിയും മലയാളികളുടെ അഭിമാനമായ സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയും ഒക്കെയായ ലിസിയും നമ്മുടെ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അവരുടെ റീയൂണിയൻ. അവർ ജീവിതത്തിൽ വേർപിരിഞ്ഞു. അസ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങളിൽ വേർപിരിയുന്നതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. അങ്ങനെ അവർ മുന്നോട്ട് പോകാനാകാതെ രണ്ടുപേരും വേർപിരിഞ്ഞു. പക്ഷേ അവർ അസാധാരണമായ നിലയിൽ വീണ്ടും ചേരുകയാണ്. ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന അവരുടെ ഈ റീയൂണിയൻ പലപ്പോഴും പ്രചോദനാത്മകം കൂടിയാണ്. ഞാനിപ്പം ഇത് സംസാരിക്കാൻ കാരണം ഈ വർഷത്തെ ഓണപ്പതിപ്പിൽ മലയാള മനോരമയുടെ വാർഷിക പതിപ്പിൽ ഇരുവരുടെയും ഒരു അഭിമുഖ സംഭാഷണം അവർ വീണ്ടും ഒരുമിച്ചതിന് ശേഷം അവരുടെ ഒരു അഭിമുഖ സംഭാഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 5 വിവരങ്ങൾ നിങ്ങളോടുകൂടി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പല നിലയിൽ സാധാരണ മനുഷ്യരായി നിൽക്കുന്ന നമുക്കൊക്കെ പല നിലയിൽ ആലോചനയ്ക്ക് വകുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അവരുടെ സംഭാഷണത്തിൽ നിന്നും എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയത് നിങ്ങളെ കൂടി കേൾപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അവരുടെ ഈ റീയൂണിയനിൽ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അതെങ്ങനെ വേർപിരിയുന്നു, എങ്ങനെ ചേരുന്നു, അതെങ്ങനെ സാധിക്കുന്നു. ജീവിതം അങ്ങനെയൊക്കെയാണ്, പലതും അത്ഭുതങ്ങളാണ്. അത് സിനിമയ്ക്കും നാടകത്തിനും ഒക്കെ അപ്പുറത്താണ് ജീവിതം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളിൽ പ്രത്യേകിച്ചും സ്നേഹം, കുടുംബം, വേർപിരിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, അഭാവം, ഒരുമിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന സഹായം, പിന്നീട് മുന്നോട്ട് പോകുന്നതിന് അതെങ്ങനെ അനുഭവവേദ്യമാകുന്നു എന്നുള്ള ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ ആ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ചർച്ചയ്ക്ക് കൂടി വിധേയമാക്കുന്നത് മറ്റുള്ളവർക്കും ഒരുപാട് സഹായകരമായിരിക്കുന്ന കാര്യമായിരിക്കും. നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ സഹായകരമാകുന്ന ചില പോയിന്റുകളാണ്. ഞാൻ അതിൽ നേരിട്ട് ആ അഭിമുഖത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ വേർപിരിഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് ചിന്തിച്ചത്, ഏത് മട്ടിലാണ് അതിലേക്ക് പോയത് എന്നുള്ളതാണ്. ലിസി പറയുന്നുണ്ട്, ഞാൻ അപൂർവമായി മാത്രം വീട്ടിൽ വരുന്നൊരു കുടുംബനാഥനായിരുന്നു പ്രിയേട്ടൻ. എന്നും ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രമേ കുടുംബത്തെക്കുറിച്ച് അറിയൂ. കുട്ടികൾ അവരുടെ കുറച്ച് കാര്യവും പറയും. വീട് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു എന്ന് അറിഞ്ഞിട്ടേ ഇല്ല. പ്രിയേട്ടൻ്റെ മനസ്സിൽ സിനിമ മാത്രമായിരുന്നു. ഓരോ നിമിഷവും അതിനായി മാത്രം ജീവിച്ചു. കുട്ടികളുടെ സ്കൂളിൽ കൊല്ലത്തിലൊരിക്കൽ വന്നാലായി, ഇല്ലെങ്കിലായി. അച്ഛൻ കൊണ്ടുവിടുന്നതും ടീച്ചർമാരെ കാണാൻ വരുന്നതും കുട്ടികൾക്ക് അഭിമാനമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കൂട്ടുകാരുടെ അച്ഛന്മാർ വരുന്നത് കണ്ട് അവർക്ക് സങ്കടമായി കാണും. എനിക്കും സങ്കടമായിട്ടുണ്ട്. ഒരു ദിവസം കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പ്രിയേട്ടനെ വിട്ടു. രക്ഷിതാക്കൾ വൈകിയാൽ കുട്ടികൾ ക്ലാസ്സിനടുത്ത് തന്നെ കാത്ത് നിൽക്കണം. അങ്ങനെയാണ് അവിടുത്തെ നിയമം. പ്രിയേട്ടൻ അവിടെ എത്തിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അവർ ക്ലാസ്സിലില്ല എന്ന്. കുറച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ പണ്ട് പഠിച്ചിരുന്ന ക്ലാസ്സിന് മുന്നിലാണ് പ്രിയേട്ടൻ പോയി നിന്നിരിക്കുന്നത്. കുട്ടികൾ വലുതായി, ക്ലാസ് മാറിയ വിവരം പോലും മറന്നുപോയി. അപ്പോൾ പ്രിയദർശൻ പറയുന്നുണ്ട്, കഥയെന്ന് തോന്നുമെങ്കിലും അതൊക്കെ സത്യമാണ്, ഞാനത് മറന്നുപോയി എന്ന്. എന്നിട്ട് ലിസി പറയുന്നുണ്ട്, 2-3 മാസത്തെ ഷൂട്ടിന് ശേഷം വീട്ടിലെത്തിയാൽ കുറച്ച് നേരം ഞങ്ങളോട് സംസാരിക്കും. രാവിലെ എഴുന്നേറ്റ് എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകും. 6 മണിക്ക് മടങ്ങി വരുമ്പോൾ ഞങ്ങൾ 3 പേരും കരുതും പുറത്ത് കൊണ്ടുപോകുമെന്നും ഒക്കെ. വന്ന് കുളിച്ച് 10 മിനിറ്റ് സംസാരിച്ചാൽ പറയും അടുത്ത സിനിമയുടെ കാര്യം സംസാരിക്കാൻ സാബു സിറിലുമായി മീറ്റിംഗ് ഉണ്ടെന്ന്. ഇത് പറഞ്ഞ് പുറത്തു പോകും. പിന്നെ പ്രിയേട്ടന് സിനിമയ്ക്ക് പുറത്ത് മാറ്റിവെക്കാൻ സമയമേ കിട്ടില്ല എന്ന്. ഈ കാര്യം, ഈ സാഹചര്യം 10-20 വർഷം കഴിഞ്ഞാലെങ്കിലും പൊട്ടിത്തെറിക്കണ്ടേ? ഞാനും ഒരു മനുഷ്യജീവിയല്ലേ? പ്രിയേട്ടൻ യാത്ര ചെയ്തത് സിനിമയിൽ നിന്ന് സിനിമയിലേക്കാണ്. ഇടയ്ക്ക് വീട്ടിലിറങ്ങി എന്ന് മാത്രം. സ്നേഹത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. അത് കൂടി വന്നിട്ടേ ഉള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സിനിമയിൽ മാത്രം സമയം, ജോലിയിൽ മാത്രം സമയം ചെലവഴിക്കുന്ന ഒരാൾ ആ നിലയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഭാര്യ എന്ന നിലയിലും അനുഭവിച്ചു. പങ്കാളിയാകുമ്പം കുട്ടികളുടെ കാര്യമുണ്ട്, അതൊക്കെ നോക്കണം. അതിനെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പ്രിയദർശൻ ഈ ഘട്ടത്തിൽ അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഈ തിരിച്ചറിവുണ്ടാക്കിയ വലിപ്പം എന്ന് തന്നെ പറയണം. ഈ അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോഴായിരിക്കും. അതായത് പ്രിയദർശൻ പറയുന്നു, ലിസി പറഞ്ഞെല്ലാം സത്യമാണ്. പണത്തിന് വേണ്ടിയുള്ള ആർത്തിയായിരുന്നില്ല, സിനിമയോടുള്ള കടുത്ത സ്നേഹവും മോഹവുമായിരുന്നു. ഞാൻ ഇവരെ ഹോളിഡേക്ക് കൊണ്ടുപോയിട്ടില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായി അപൂർവമായി മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. അത്യപൂർവമായി മാത്രമേ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ. ഓരോ ദിവസവും ഞാൻ ചിന്തിച്ചിരുന്നത് അടുത്ത ദിവസത്തെ സിനിമയെക്കുറിച്ചാണ് എന്നാണ്. സ്വർണമോ സാരിയോ ഡയമണ്ടോ ഒന്നും വേണ്ട, കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. ആ ഘട്ടത്തിൽ കുടുംബം അല്ലെങ്കിൽ മക്കൾ ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പോലും ആലോചിച്ചില്ല എന്ന് പ്രിയദർശൻ പറയുന്നുണ്ട്. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാറില്ലേ, അതുപോലെ ഞാനും കരുതി. ഞാൻ സിനിമ ചെയ്യുന്നത് പോലെ ലിസി കുടുംബവും നോക്കുമെന്ന് വിശ്വസിച്ചു. അതിനെന്തെല്ലാം ചെയ്യണമെന്ന് പോലും ആലോചിച്ചില്ല. അതിനൊന്നും സമയം കിട്ടിയതുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അനുഭവം, അദ്ദേഹത്തിന് അതിനൊന്നും സമയം
സമയം കിട്ടിയില്ല എന്നുള്ള അനുഭവം ലിസി പറയുന്നുണ്ട്. ആദ്യം ഗർഭിണിയായപ്പോൾ ചെക്കപ്പിന് പോകുന്ന ഘട്ടത്തിൽ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അന്ന് നടി സീമയാണ് കൂടെ പോയിരുന്നത്. എന്നാൽ ഭർത്താവിന് കൂടെ കൊണ്ടുവരാത്തത് അവിടുത്തെ ഡോക്ടർമാർക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ, എന്താണ് ഭർത്താവ് വരാത്തത് എന്ന്. മലയാളിക്ക് പ്രിയദർശനെ അറിയാം. അന്നത്തെ കാലത്ത് തമിഴ്നാട്ടിൽ പ്രിയദർശനെ ആരും അറിയില്ല. അദ്ദേഹം വലിയ സംവിധായകനാണെന്ന് ഞാൻ പറഞ്ഞാലും ഡോക്ടർ വിശ്വസിക്കണ്ടേ. ഞാൻ പ്രിയേട്ടനോട് പറഞ്ഞു, കുട്ടി ജനിക്കുന്നത് വരെ പ്രിയേട്ടൻ കൂടെ ഉണ്ടാകണം എന്ന്, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ പോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞതോടുകൂടി തൊട്ടടുത്ത ദിവസം ആളെത്തി. ആ 10 ദിവസമാണ് കല്യാണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കൂടെ നിന്നത്. പ്രസവ സമയത്ത് പ്രസവിച്ച് 1 ദിവസം കഴിഞ്ഞ് അപ്പോൾ തന്നെ പ്രസവ സമയത്ത് എത്തിയ ആൾ സ്ഥലം വിടുകയും ചെയ്തു. സിനിമയോടുള്ള അർപ്പണം തന്നെയാണ് 100 സിനിമ സംവിധാനം ചെയ്യാനും ഇവിടെ എത്തിച്ചേരാനും സഹായിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ആളുകളും പങ്കാളിയും കുട്ടികളും ഒക്കെ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പോലും എങ്ങനെ നമ്മൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടിയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് വേണ്ടത് എന്ന് ഇത് പറയും. ഞാൻ ഇവരുടെ അനുഭവങ്ങൾ അതുപോലെ തന്നെ വായിച്ച് മുന്നോട്ട് പോവുകയാണ്. ഓരോന്നും അതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കുന്നില്ല, നമുക്ക് തീരുമാനിക്കാം എന്താണ് അതിലെ ആശയം എന്ന് തന്നെ. ഇനി മൂന്നാമത്തെ കാര്യം, പ്രിയദർശൻ പറയുന്നുണ്ട്, ഇന്നസെൻ്റ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കുട്ടികൾക്ക് വലിയവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പെരുമാറാനും അറിയാമെന്ന്. അതായത് അമ്മ എങ്ങനെ കുട്ടികളെ വളർത്തി എന്ന് പറയുന്നതാണ്. അതിൽ പ്രിയദർശൻ മനസ്സിലാക്കുകയാണ് അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുറവ് തിരിച്ചറിഞ്ഞുകൊണ്ട്. അവരെ നന്നായി വളർത്തിയതിൻ്റെ ഗുണം ആണ് അതെന്ന് ഇന്നസെൻ്റ് പറയും. അത് ചെറിയ കാര്യമില്ലെന്ന് എനിക്കറിയാം, അതിലെനിക്ക് ഒരു പങ്കുമില്ല. ലിസിയാണ് അതെല്ലാം ചെയ്തത്. 2 മക്കളാണ് ഇവർക്കുള്ളത്, മകൻ സിദ്ധാർത്ഥ്, മകൾ കല്യാണിയാണ് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ലിസിയാണ് അതെല്ലാം ചെയ്തത്. ലിസിയുടെ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് അവർ ശരിയായ വഴിക്ക് പോയത്. കുട്ടികളുടെ നേട്ടം നമ്മുടെ മുന്നിലെത്തുമ്പോൾ ലിസിയെക്കുറിച്ച് കൂടുതൽ അഭിമാനം തോന്നും. കാരണം ആ നേട്ടങ്ങളിൽ എനിക്ക് പങ്കില്ല. അവരെ ഇവിടെ വരെ എത്തിച്ചത് ലിസിയുടെ കഠിനാധ്വാനമാണ്. എനിക്കുണ്ടായ പല നേട്ടവും ലിസിയുടെ നഷ്ടവും ത്യാഗവുമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു തിരിച്ചറിവിൻ്റെ ഘട്ടത്തിൽ പറയുന്നതാണ്. ഇനി അടുത്തത്, കുടുംബത്തോട് വേണ്ടത്ര കരുതൽ കാണിക്കാനായില്ലെന്ന് തോന്നലിനെ കുറിച്ച് അദ്ദേഹം പറയാണ്. അന്ന് തന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ എക്കാലത്തും ജീവിതം സുരക്ഷിതമല്ലെന്ന് പേടിച്ച് ജീവിച്ച ഒരാളാണ്. എൻ്റെ അമ്മയും അങ്ങനെയായിരുന്നു. നാളെ എന്താകുമെന്ന് ആകാംക്ഷ എപ്പോഴും അലട്ടിയിരുന്നു. കിട്ടുന്ന സമയം കൊണ്ട് പരമാവധി സിനിമ ചെയ്യാൻ നോക്കി. അതുകൊണ്ടാണ് സിനിമയുടെ ഉയരത്തിലെത്തുക എന്നത് സ്വപ്നമായി മാറിയത് കൊണ്ടാണ്. പണത്തിന് വേണ്ടി ഒരിക്കലും ഓടി നടന്നിട്ടില്ല. സമ്പാദിക്കുന്നത് കുടുംബം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു, ആഘോഷിക്കാനായിരുന്നില്ല. ഒരിക്കലും ഞങ്ങൾ സമ്പത്ത് കൊണ്ട് ആഘോഷിക്കുകയോ ധൂർത്തടിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്നതിൻ്റെ ഗുണമാകാം അത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കിട്ടിയത് ഭാര്യയുടെ ഈ തിരിച്ചറിവ് അവരെ ആ നിലയിൽ വളർത്തുന്നതിന് സഹായകരമായിരുന്നു. അത് കൊണ്ടുകൂടിയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും സിനിമയിൽ തൻ്റെ മുന്നേയും ശേഷവും ഒക്കെ നടന്നു പോയവരൊക്കെ പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് ഒന്നുമല്ലാതാകുകയും ചെയ്തതിൻ്റെ ആകുലതകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സിനിമയിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ ഉണ്ണിക്കവാരോട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വേർപിരിഞ്ഞതിന് ശേഷമുള്ള കാലയളവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നാലാമതായി നമുക്കത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ കഴിയും. പ്രിയദർശൻ പറയുന്നുണ്ട്, ലിസി പോയ ശേഷമാണ് എനിക്ക് ലിസിയുടെ വിലയും സാന്നിധ്യത്തിൻ്റെ ശക്തിയും മനസ്സിലാവുന്നത്. ലിസി പോയത് അവരുടെ തെറ്റുകൊണ്ടും വാശി കൊണ്ടുമാണ് എന്ന് പോകുന്നത് വരെ ഞാൻ വിശ്വസിച്ചു, പറയുകയും ചെയ്തു. അതിന് ശേഷം എൻ്റെ വാശിയിൽ ഞാൻ ഉറച്ചു നിന്നു. പിന്നീട് മനസ്സിലായി എൻ്റെ കൂടി തെറ്റുകൊണ്ടാണ് പോയത്. അത് ഞാൻ കണ്ടെത്തുകയോ തിരുത്തുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ അവരെ കുറ്റം പറയാനാകും എന്ന് മനസ്സിലായി. ഞാൻ സ്വയം തിരുത്താൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നി ലിസി തിരിച്ചു വരും എന്ന്. ഇതെല്ലാം തനിച്ചായപ്പോൾ ഉണ്ടായ തിരിച്ചുവരവാണ്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പിരിയുമായിരുന്നില്ല. അപ്പോൾ ലിസി തൻ്റെ സങ്കടം, ആ സമയത്തുണ്ടായ ബുദ്ധിമുട്ട്, വിട്ടുപോകുന്ന ഘട്ടത്തിലെ ബുദ്ധിമുട്ട് വിശദീകരിക്കുന്നുണ്ട്. വിട്ടുപോയത് വല്ലാത്ത സങ്കടത്തോടെയാണ്, അല്ലാതെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോയതല്ല. 25 വർഷത്തോളമായി മനസ്സിൽ ഒതുക്കി വെച്ച പ്രയാസമെല്ലാം പൊട്ടിത്തെറിച്ചു വന്നു എന്ന് മാത്രം. അത്തരമൊരവസ്ഥയിൽ എന്തു ചെയ്യുന്നു, പറയുന്നു എന്നൊന്നും ഓർമ്മയുണ്ടാകില്ല. പറയാൻ പാടില്ലാത്തത് ഇരുഭാഗത്തു നിന്നും പറഞ്ഞു കാണും. പക്ഷെ തിരിച്ചു വരും എന്ന് കുറച്ചു കാലത്തിന് ശേഷം എനിക്കും തോന്നിയിരുന്നു. ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് കരുതിയില്ല. പ്രിയദർശന് ഒരു സർജറി വേണ്ടുവന്ന ഘട്ടത്തിലാണ് പിന്നീട് അവർ അടുക്കുന്നത്. പിന്നെ വീണ്ടും അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഔദ്യോഗികമായി വേർപിരിഞ്ഞു പോയ ദമ്പതികൾ പിന്നീട് 2 സ്വതന്ത്ര വ്യക്തിത്വങ്ങളായവർ വീണ്ടും അവർക്ക് ഇതര പങ്കാളി അനിവാര്യരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരുമിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിട്ടുനിന്ന കാലത്ത് സിനിമ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഈ പ്രയാസത്തെ
മാസത്തിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിലൊരു നീറ്റലുണ്ടല്ലോ, ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല. നല്ല ശാന്തമായ മനസ്സിൽ നിന്നാണ് നല്ല സിനിമ ഉണ്ടാവുക. എൻ്റെ 44 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 98 സിനിമ സംവിധാനം ചെയ്തു. ഇതിൽ ലിസിയും ഞാനും പൂർണ്ണമായും മാറി നിന്ന 9 വർഷം ചെയ്തത് 2 സിനിമ മാത്രമാണ്. എഴുതാനും കഥയാലോചിക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെയാണത്. വിട്ടുനിന്ന സമയം എനിക്ക് നഷ്ടമാക്കിയത് വ്യക്തിജീവിതം മാത്രമല്ല, സിനിമാ ജീവിതം കൂടിയാണ്. ആ സമയത്ത് സിനിമ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതേയില്ല, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. ആ കാലം പിന്നീട് വായനയിലൂടെയാണ് മറികടന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ, ചുരുക്കം ചില സുഹൃത്തുക്കൾ ജീവിതത്തിൽ സഹായകരമായി നിലയുറപ്പിക്കുകയും ചെയ്തു. ലിസി തിരിച്ചു വരുമെന്ന ഉറപ്പിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പ്രതീക്ഷ ആയിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അവർ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന സമീപനക്കാരിയാണെന്നും അതുകൊണ്ട് വരികയാണെങ്കിൽ അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ തിരിച്ചുവരവിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ലിസി പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഭർത്താവ് ഇതുപോലെ റൊമാൻറ്റിക്കായി പെരുമാറിയിട്ടില്ല. എന്നും വിളിക്കും, ഒരുമിച്ച് പോകേണ്ടിടത്തെല്ലാം ഒരുമിച്ച് പോകും, എല്ലാ കാര്യവും വിശദമായി പറയും. ഞങ്ങൾ രണ്ടുപേരും ജീവിതം ഇപ്പോൾ ആസ്വദിക്കുകയാണ്. 2 വീടുകളിലായി തന്നെ താമസിക്കാം എന്ന് ഒരുമിച്ച് പോകാൻ ആലോചിച്ചപ്പോഴേ തീരുമാനിച്ചതാണ്. ഇനിയുള്ള കാലം ഒരു വീട്ടിലേക്ക് തന്നെ എത്തുമോ എന്ന് എനിക്കും പ്രിയേട്ടനും അറിയില്ല. ഒരേ വീട്ടിൽ താമസിക്കാൻ മാത്രമല്ലല്ലോ ജീവിതം. കുട്ടികൾ 2 വീട്ടിലും മാറി മാറി താമസിക്കുന്നു. അവർക്കും വീടുകളായി, നമുക്ക് തരാൻ അവർക്ക് സമയമില്ലാതായി എന്ന് മാത്രം. അപ്പോൾ പ്രിയർസിനും പറയുന്നുണ്ട്, ഒരിക്കലും ഒരുമിച്ച് പുറത്തു പോകാമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയും അത്തരത്തിലുള്ള ഒരുമിച്ചുണ്ടാകേണ്ടതിൻ്റെയും അത്തരത്തിൽ ജീവിതം ആസ്വദിക്കേണ്ടതിൻ്റെയും ഒക്കെ തോന്നൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. അവർക്കായി മക്കളും കൂടി വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ സമയം ചെലവഴിക്കുകയാണ്, ജീവിതം സന്തോഷകരമാക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ കല്യാണിയുടെ സിനിമാ പ്രവേശത്തെക്കുറിച്ചും ഒക്കെ ഉണ്ണി കെ വാര്യരുടെ ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഒരു വേർപിരിഞ്ഞ 2 പേരുടെ ഒരുമിക്കലിനെ കുറിച്ചുള്ളതാണ്. അവർ തിരിച്ചറിവുണ്ടായ മനുഷ്യരായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവ് കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാർഷിക പതിപ്പുകളിലെ ഏറ്റവും ഈ ഓണപ്പതിപ്പ് ഒക്കെ കടന്നുപോയ ഘട്ടങ്ങളിൽ വല്ലാതെ മനസ്സിനെ സ്പർശിച്ചത്, മറ്റ് കഥയും നോവലും എന്നുള്ളതിനപ്പുറത്ത് ഈ അഭിമുഖങ്ങളിലൊക്കെ മനസ്സിനെ സ്പർശിച്ചത് അവരുടെ ജീവിതാനുഭവമാണ്. അവരുടെ റീയൂണിയൻ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന മനുഷ്യൻ്റെ ചുരുങ്ങിയ ജീവിത കാലയളവിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവാണ്. അത് ഉണ്ടാവുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഈഗോകളില്ലാതെ ഓരോരുത്തരുടെയും തിരിച്ചറിവ് എന്താണ്, അല്ലെങ്കിൽ വീഴ്ചകൾ എന്താണെന്നുള്ള മനസ്സിലാക്കൽ എന്താണെന്ന് പകർന്നു തരാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ലിസിയുടെയും പ്രിയേഴ്സിൻ്റെയും ജീവിതം ഇനിയും സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം.